ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? ഇന്നത്തെ കഥയുടെ പേരാണ് വിശ്വാസത്തിന്റെ ആന്തരിക വെളിച്ചം. അതായത് ദൈവത്തെ തേടിയുള്ള ഒരു അന്വേഷണത്തിന്റെ കഥ. എങ്കിൽ നമുക്ക് കഥയിലോട്ട് പോകാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ തനിച്ചാണെന്നും ദൈവം നമ്മളെ കൈവിട്ടെന്നും തോന്നാറില്ലേ? പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, ഹൃദയം നിറയെ സംശയങ്ങൾ നിറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഈശോയെ, നീ എവിടെയാണ്? നീ എൻ്റെ കൂടെ ഉണ്ടോ? ഇത്തരമൊരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടിയിറങ്ങിയ രാഹുൽ എന്ന യുവാവിന്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. രാഹുൽ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. പള്ളിയിൽ പോകുന്നതിലും വേദപുസ്തകം വായിക്കുന്നതിലും അവൻ മുടക്കം വരുത്തിയിട്ടില്ല. എന്നാൽ അവന്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഈശോയെ ഒന്ന് നേരിൽ കാണണം, അവിടുത്തെ സാന്നിധ്യം സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ബോധ്യപ്പെടണം. ഈ ആഗ്രഹം ഒരു വലിയ അന്വേഷണമായി മാറി. അവൻ ദൂരദേശങ്ങളിലുള്ള വലിയ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുകയും ഈശോയെ തിരയുകയും ചെയ്തു. പ്രശസ്തരായ പ്രസംഗകരുടെ വചനങ്ങൾ കേട്ടു. അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. പക്ഷേ അവിടെയും അവൻ ആഗ്രഹിച്ച ആ അനുഭവം ലഭിച്ചില്ല. ഓരോ യാത്ര കഴിയുമ്പോഴും അവന്റെ നിരാശ കൂടി വന്നു. ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈശോ എൻ്റെ മുന്നിൽ വെളിപ്പെടാത്തത് എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. ഒടുവിൽ കാടിനോട് ചേർന്നുള്ള ഒരു പഴയ ആശ്രമത്തിൽ വസിക്കുന്ന ജ്ഞാനിയായ ഒരു വൃദ്ധസന്യാസിയെക്കുറിച്ച് അവൻ കേട്ടു. അദ്ദേഹം ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. ആ സന്യാസിയെ കണ്ടാൽ തൻ്റെ സംശയങ്ങൾക്ക് അറുതിയാകുമെന്ന് രാഹുൽ കരുതി. അങ്ങനെ അവൻ അങ്ങോട്ട് തിരിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അവൻ ആശ്രമത്തിലെത്തി. അവിടെ ശാന്തനായി ധ്യാനിച്ചിരുന്ന സന്യാസിയുടെ പാദങ്ങളിൽ വീണ് രാഹുൽ തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഗുരു, ഞാൻ ലോകം മുഴുവൻ അവിടത്തെ തിരഞ്ഞു. എല്ലാ പുണ്യസ്ഥലങ്ങളിലും ഞാൻ പോയി. പക്ഷേ എനിക്കെവിടെയും ഈശോയെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞില്ല. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചതാണോ, അതോ അവിടുന്ന് വെറുമൊരു സങ്കല്പം മാത്രമാണോ? എന്നാൽ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് രാഹുലിനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. പകരം രാഹുലിന്റെ കൈക്ക് പിടിച്ച് ആശ്രമത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഇരുട്ടുമുറിയിലേക്ക് രാഹുലിനെ കൊണ്ടുപോയി. ആ മുറിയിൽ ജനലുകളോ വെളിച്ചം കടക്കാനുള്ള വഴികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ചെറിയ മരമേശപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സന്യാസിയെ മെഴുകുതിരി കാണിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, മകനെ, ഈ മുറിയിൽ നിനക്ക് ആ മെഴുകുതിരിയെ കാണാൻ കഴിയുന്നുണ്ടോ? രാഹുൽ അത്ഭുതത്തോടെ പറഞ്ഞു, തീർച്ചയായും ഗുരു, അതിന്റെ പ്രകാശം ഈ മുറിയിലാകെ പരക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് സന്യാസി ആ മെഴുകുതിരി ഊതിക്കെടുത്തി. മുറി കനത്ത ഇരുട്ടിലായി. ഒരു തരി വെളിച്ചം പോലും അവിടെ അവശേഷിച്ചില്ല. അല്പനേരം ആ നിശബ്ദതയിൽ നിന്നതിനു ശേഷം സന്യാസി വീണ്ടും ചോദിച്ചു, ഇപ്പോൾ ആ മെഴുകുതിരി നിനക്ക് കാണാമോ? ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് രാഹുൽ മറുപടി പറഞ്ഞു, ഇല്ല ഗുരു, ഇപ്പോൾ ഇവിടെ കനത്ത ഇരുട്ടാണല്ലോ. ആ മെഴുകുതിരി എവിടെയാണെന്ന് എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ സന്യാസി വീണ്ടും ആ മെഴുകുതിരി തെളിയിച്ചു. ആ പ്രകാശത്തിൽ അദ്ദേഹത്തിന്റെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ ആ മെഴുകുതിരി ഊതിക്കെടുത്തിയപ്പോൾ അത് ആ മുറിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നില്ല. അതവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കാണാനുള്ള വെളിച്ചം നിന്റെ കണ്ണുകളിൽ ഇല്ലാതായി. വെളിച്ചം മാറിയപ്പോൾ നീ ആ സത്യത്തെ കാണാൻ മറന്നുപോയി. സന്യാസി തുടർന്നു, ഇതുതന്നെയാണ് നിന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഈശോ നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ ഓരോ സ്പന്ദനത്തിലും കൂടെ തന്നെയുണ്ട്. അത് നിനക്ക് കാണാൻ കഴിയാത്തത് അവിടെ നിന്നില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിന്റെ ഉള്ളിലെ സംശയവും അവിശ്വാസവും നിന്റെ കാഴ്ചയെ മറയ്ക്കുന്നത് കൊണ്ടാണ്. നിരാശയുടെ ഇരുട്ട് പടരുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യം മറന്നുപോകുന്നു. നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അവിടുത്തെ തിരിച്ചറിയാൻ കഴിയൂ. പുറത്തല്ല, ഉള്ളിലെ ആത്മീയ വെളിച്ചത്തിലാണ് അവിടുത്തെ കണ്ടെത്തേണ്ടത്. സന്യാസിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് ആ സത്യം മനസ്സിലായി. ഇത്രയും കാലം അവൻ ഈശോയെ പുറത്തുള്ള രൂപങ്ങളിൽ മാത്രമായിരുന്നു തിരിഞ്ഞത്.
എന്നാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ കണ്ടെത്തേണ്ടത് സ്വന്തം ഹൃദയത്തിലെ വിശ്വാസത്തിലൂടെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഏത് വലിയ പ്രതിസന്ധിയിലും ഇരുട്ടിലും ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന വലിയ സത്യം ആ മുറിയിലെ മെഴുകുതിരി അവനെ പഠിപ്പിച്ചു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്കെന്തു മനസ്സിലായി? നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് പ്രസക്തം. പ്രശ്നങ്ങളുടെ കാർമേഘങ്ങൾ മൂടുമ്പോൾ ദൈവം നമ്മളെ കൈവിട്ടുവെന്ന് കരുതി നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ ഓർക്കുക, ഇരുട്ട് കൂടുന്തോറും പ്രകാശത്തിന് വില കൂടുകയാണ് ചെയ്യുന്നത്. അചഞ്ചലമായ വിശ്വാസത്തോടെ ഹൃദയം തുറന്നു വെച്ചാൽ ആ മെഴുകുതിരി വെളിച്ചം പോലെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും പ്രകാശിക്കും. കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇനിയും നിങ്ങൾക്ക് കഥകൾ കേൾക്കണ്ടേ? എങ്കിൽ നമുക്ക് അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം.